ഏറ്റവും സന്തോഷകരമായ വർഷങ്ങൾ. പെട്ടെന്ന് വിച്ഛേദിച്ചേക്ക്. എങ്കിലും അവ എനിക്ക് തിരിച്ചു വേണമെന്നില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നിലെരിയുന്ന ഭക്തിയുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവ എനിക്ക് തിരിച്ചു വേണമെന്നില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നിരക്കിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഡ്രാമ സ്കൂളിൽ നിന്ന് 2-3 ബാച്ചുകൾ കഴിഞ്ഞതിൽ നിന്ന് ഇന്നും നാടകം മാത്രം നെഞ്ചേറ്റിക്കൊണ്ട് തുടർന്നു പോകുന്ന നരിപ്പറ്റ രാജുവിന് ഹോം തിയേറ്റർ റിയാലിറ്റീസിന്റെ എല്ലാവിധ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇതിന്റെ ലൈറ്റ് ചെയ്തിരിക്കുന്നത് സൈമോൻ ചേലാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിഷോയ് ഇവിടെ ഇല്ല. ആള് ഒറ്റപ്പാലത്തെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. മ്യൂസിക് നിയന്ത്രിച്ചിരിക്കുന്നത് ദേവപ്രിയ SHO മൂക്കന്നൂർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് സംഗീതം നിയന്ത്രിക്കുന്നത് ദേവപ്രിയാണ്. ഈ വീഡിയോ കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ് ഇതിന്റെ വിഷ്വൽസ് എടുത്തുള്ള ടീം മീഡിയ എറണാകുളം. വീഡിയോ നിയന്ത്രിച്ചിരിക്കുന്നത് ജീത്തു TJ, എന്റെ മൂത്ത മകന്റെ ഭാര്യയാണ്. അതിന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ഹേമ അനിൽ. മേക്കപ്പ് മനോജ് അങ്കമാലി. മനോജ് മേക്കപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് പോയിരുന്നു. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്തണം. ഇവിടെ യോബിന്റെ പുസ്തകം എന്ന സിനിമയിലൂടെ സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കിയ ആളാണ് മനോജ് അങ്കമാലി. ഈ ഹോം തിയേറ്റർ റിയാലിറ്റീസ് ഇവിടെ രൂപം കൊള്ളുവാൻ കാരണം ഇതിനു മുമ്പ് ഈ ഗ്രാമത്തിൽ ശീല ആർട്സ് എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ഞങ്ങളുടെ സഹോദരങ്ങൾ കൂടിയായിരുന്നു. അവർ ഈ മുറ്റത്ത് തന്നെ നാടകത്തിന്റെ റിഹേഴ്സൽ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നാടകത്തിലേക്ക് എത്തിയത്. അപ്പോൾ രാജുവേട്ടനെ എല്ലാവരും രാജുമാഷ് എന്ന് വിളിക്കും. രാജുവേട്ടനെ ഞാൻ 83 തൊട്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാട്ടൂർ ക്യാമ്പിൽ. അങ്ങനെയാണ് ഹേറ്ററായത്. ഡ്രാമ സ്കൂളിൽ അധ്യാപകരായപ്പോഴാണ് മാഷായിട്ടൊന്നും അറിയില്ല. അപ്പോൾ രാജുവേട്ടനെ ആദരിക്കുന്നതിനും ഒരു മൊമെന്റോ കൊടുക്കുന്നതിനും ഈ ശില ആർട്സിന് രൂപം കൊടുത്ത എൻ്റെ സഹോദരന്മാരിവിടെ ഉണ്ട്. അവരാണ് അതിന് ഏറ്റവും അർഹരെന്ന് തോന്നുന്നു. സുകുമാരൻ, CP മണി, അവർ രണ്ടുപേരും വേദിയിലേക്ക് വരണം.
ഹോം തിയേറ്റർ റിയാലിറ്റിയിലേക്കുള്ള വീടിൻ്റെ അവിടേക്കുള്ള വഴിയാണിത്. അങ്കമാലി എത്തുന്നതിന് മുമ്പ് ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ അവിടെ നിന്ന് റൈറ്റിലേക്ക്, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ റൈറ്റിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ടും ഇവിടെയാണ് ഹോം തിയേറ്റർ റിയാലിറ്റിയിൽ വേറെ ആ മൈ എന്നുള്ള നാടകം കളിച്ചത്. ഞാനിവിടെയാണ്. വളരെ ക്ലോസപ്പ് ഇൻറ്റിമേറ്റ് തിയേറ്ററിൻ്റെ സാധ്യതകളാണ്. ഒരുപക്ഷെ കേരളത്തിലെ 921 പഞ്ചായത്തുകളിലും ഇങ്ങനെയുള്ള വീട്ടുമുറ്റ സദസ്സുകൾ നാടകക്കാരാവുന്നവരൊക്കെ ലൈവാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. ഗംഭീരമായിട്ട്